അങ്ങനെ നമ്മുടെ റോസ് ഗാർഡനൊക്കെ കണ്ട ശേഷം വന്ന് റൂമിൽ പോയി. കുറച്ച് കഴിഞ്ഞ് ഒരു 7:30 8 മണി ആയപ്പോഴത്തേനും ഞങ്ങൾ പുറത്ത് വന്ന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ പോയി. നല്ല തണുത്ത അന്തരീക്ഷമായിരുന്നു. ഞങ്ങൾ നന്നായിട്ട് ഉറങ്ങി. അതിനുശേഷം രാവിലത്തെ ദൃശ്യങ്ങളാണിത് കാണുന്നത്. രാവിലെ ഞങ്ങൾ തൊട്ടടുത്ത കടയിൽ നിന്ന് ടീയും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. പൊറോട്ടയും കടലക്കറിയായിരുന്നു കഴിച്ച്. അവിടുന്ന് ഞങ്ങളൊരു ട്രാവൽ ഏജൻസിയിൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഡേ ടൈം കറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ 9:30 കൂടി ആ വണ്ടിയിൽ ഞങ്ങളെ പിക്ക് ചെയ്തുകൊണ്ട് പോയി. ഒരു ട്രാവലറായിരുന്നു. അതിൽ ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങളിങ്ങനെ കണ്ട് കറങ്ങി. അപ്പോൾ അവിടുത്തെ റോഡിൽ കാണുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൻ്റെ ഒരു സ്ഥലം, അതായത് ബോട്ട് ഹൗസ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ മുകളിലും താഴെയായിട്ട് നമുക്ക് കാണത്തക്ക പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം ട്രാവലറിൽ ഞങ്ങൾ പോയത് ഈ ബോട്ടിംഗ് ഭാഗത്തേക്കാണ്. അവിടെ മെയിനായിട്ട് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൂടാതെ അതിൻ്റെ മുകളിൽ ഒരു ത്രെഡ് ഗാർഡൻ ഉണ്ട്. ത്രെഡ് ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂല് കൊണ്ട് നിർമ്മിച്ച പൂക്കളാണ്, കൈകൊണ്ട് മാത്രം, അതായത് സൂചിയും മറ്റു കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ ചെയ്തതാണ്. അവിടെ കയറുന്നതിന് നമുക്ക് അഡൽട്ട്സിന് 30 രൂപ വീതവും ചിൽഡ്രന് 20 രൂപയും ഫോട്ടോ വീഡിയോസ് എടുക്കുന്നതിന് 20 രൂപ, അങ്ങനെ 100 രൂപ അടച്ചിട്ടാണ് നമ്മൾ എൻട്രൻസ് ഫീ അടച്ചിട്ടാണ് അകത്ത് കയറിയത്. അകത്ത് ഇതുപോലെ ഫ്ലവേഴ്സൊക്കെയാണ് നല്ല മനോഹരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി താഴെ ലേക്കിൻ്റെ സൈഡിലേക്ക് വന്നു. അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻട്രൻസും ഉണ്ടായിരുന്നു, എൻട്രൻസ് ഫീ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ മോനും ബോട്ടിങ്ങിലൊന്നും കയറണ്ട, അവന് വേണ്ടാന്ന് പറഞ്ഞ കാരണം ഞങ്ങൾ അകത്തോട്ടൊന്നും കയറിയില്ല. പുറത്തു നിന്നെല്ലാം കണ്ടു. അതിൻ്റെ സൈഡിലും കുറച്ച് ചെടികൾ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറേ കടകളാണ്, അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. ഊട്ടി പൂവ് കണ്ടു. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങിയില്ല. കുറച്ച് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നീട് അങ്ങനെയൊന്നും വാങ്ങിയില്ല. അവിടുന്ന് പിന്നെ ഞങ്ങൾ യാത്ര പിന്നെയും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന വഴിയിലെ കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അവിടുത്തെ സ്ട്രീറ്റൊക്കെയാണ്. അവിടെ കൂടുതലായിട്ട് പൂക്കളും കാര്യങ്ങളൊക്കെ സെയിലിന് വെച്ചേക്കുന്നുണ്ട്. പൊതുവെ ഊട്ടി തിരക്കേറിയ ഒരു